നമ്മൾ കേൾക്കുന്നത് കൊറോണ കഴിഞ്ഞു പുതിയൊരു വൈറസ് വരുന്നു. ആരെയും പേടിപ്പിക്കല്ല, നമുക്ക് ഇനിയും വരാനുള്ളത് വഴി തങ്ങുകയല്ല, വന്നോളും. പക്ഷേ ഇങ്ങനെ ഭയാനകമായ ഒരു കാലം എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായത്? ഇതിനൊരു കാരണമില്ല. ഇതെല്ലാം കാര്യങ്ങളാണ്, ഇതിനൊരു കാരണമില്ലേ? കാരണമുണ്ട്. ആ കാരണമാണ് മനുഷ്യൻ അത്യന്താപേക്ഷിതമായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? നമുക്കറിയാം, സകല വിശുദ്ധ പുസ്തകങ്ങളും മതഗ്രന്ഥങ്ങളും ഒക്കെ നമ്മളോട് പറയാം, മനുഷ്യന് പാപം സംഭവിച്ചു പോയി, മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു പോയി എന്നാണ്. മനഃപൂർവ്വമല്ല, ആരോ അങ്ങനെ സംഭവിപ്പിച്ചു, ആരോ ഒപ്പിച്ചു. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഒപ്പിച്ചു. ആരാണ് ഇത് ഒപ്പിച്ചത്? ഇത് മനുഷ്യനിൽ ഉണ്ടായ പാപത്തിന് കാരണം വാസ്തവത്തിൽ മനുഷ്യനല്ല, ഭൂമിക്ക് പുറത്തു നിന്നാണ് പാപം ഉണ്ടായത്. പിശാച്, സാത്താൻ, പല ആളുകളും പല പേരിലൊക്കെ ഇതിനെ പറയുന്നത്. ചിലർ പിശാചെന്നും സാത്താനെന്നും ഇബലീസ് എന്നും ഒക്കെ പറയും. എല്ലാം ഒരാൾ തന്നെയാണ്. ഈ തിന്മയുടെ ശക്തി, ആ തിന്മയുടെ ശക്തിയിൽ നിന്ന് പാപത്തിന്റെ സ്വാധീനം മനുഷ്യനിലേക്കുണ്ടായി. ദൈവവചനം എന്ന് ലോകമെങ്ങും അംഗീകരിക്കാൻ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ദ ബുക്ക് എന്ന് അടിച്ചു നോക്കിയാൽ ഒറ്റ പുസ്തകത്തിന്റെ പേരാ വരും. ദ ബുക്ക് എന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഉടനെ ബൈബിൾ എന്ന് പറയും. ബൈബിൾ ഒരു പുസ്തകമല്ല, കുറേയധികം പുസ്തകങ്ങൾ, ഏകദേശം 1800 വർഷം കൊണ്ട് കുറച്ചധികം ആളുകൾ പല സ്ഥലങ്ങളിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ഇരുന്ന് എഴുതിയ പുസ്തകമാണ്. പക്ഷെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ വായിക്കുമ്പോൾ വിചാരിക്കും ഒറ്റയാൾ ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് എഴുതിയതാണ്. അത്രത്തോളം ദൈവത്തിന്റെ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അപ്പൊ ഈ ബൈബിളിന്റെ പ്രത്യേകത, മനുഷ്യരാണ് എഴുതിയത്, പക്ഷെ ദൈവത്തിന്റെ പ്രേരണയായി ദൈവം പ്രേരിപ്പിച്ചു. ലോകത്തിലെ മനുഷ്യർ തന്റെ ദൈവിക സത്യങ്ങൾ തിരിച്ചറിയുകയും അറിയപ്പെടുന്ന സത്യങ്ങളിലൂടെ അവർ മോചിതരാകുകയും വേണമെന്ന് കരുതി സർവേശ്വരനായ ദൈവം മനുഷ്യരിലൂടെ ഈ ഭൂമിക്ക് നൽകിയ ഒരു പുസ്തകമാണ് ബൈബിൾ. ആ ബൈബിൾ പറയുക, മനുഷ്യൻ പാപികളാണ്. എങ്ങനെ പാപമായി? പാപത്തിൽ മനുഷ്യൻ ജനിച്ചതല്ല, മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു പോയി. അതിന് കാരണം പിശാചാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ. അപ്പൊ ഇത്തരം ഒരു പാപ അവസ്ഥയിലായി പോയ മനുഷ്യനെ രക്ഷിക്കണം. നമുക്ക് അറിയാവുന്നതുപോലെ എപ്പോഴും സർവേശ്വരന്റെ ഇഷ്ടം, ഈശ്വരന്റെ ഇഷ്ടം. ഈശ്വരൻ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം, ഈശ്വരൻ എന്ന് പറഞ്ഞാല് സ്നേഹമാണ്. ഈശ്വരൻ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ സ്വഭാവം സ്നേഹമാണ്. നമുക്കറിയാം, കുമാരനാശാനും ഒക്കെ പാടിയിട്ടില്ലേ, സ്നേഹമാണ് അഖില സ്വാരമൂഴിയിലെന്നാണ്. അപ്പൊ ഈ സ്നേഹം ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണ്, ഈശ്വര സ്വാധീനത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈശ്വര സ്നേഹമാണത്. ആ ദൈവസ്നേഹം